ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ഇരിട്ടിയിലേക്കും പാലക്കാടേക്കും വ്യാപിപ്പിച്ചു. മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നം ഉണ്ടാകാമെന്ന സഹോദരന്റെ വെളിപ്പെടുത്തലും അന്വേഷിക്കും. അന്വേഷണത്തിനായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ 7-അംഗ ക്രൈം സ്ക്വാഡ് രൂപീകരിച്ചു. ഷഹദ് റഹ്മാൻ കോഴിക്കോടും ചെയ്യുന്നു. ഷഹദ്, ഇരിട്ടിയിലേക്കും പാലക്കാടേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ കാരണം അതെന്താണ്? പ്രത്യേകിച്ച് കൊലപാതകിയെ മാത്രമേ നമുക്കറിയുള്ളൂ, കൊന്നതാര്, കൊല്ലപ്പെട്ടതാര് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. എന്താണ് അന്വേഷണത്തിന്റെ പുരോഗതി? ആകെ സങ്കീർണമാണല്ലോ അന്വേഷണ വഴികൾ. തീർച്ചയായും സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു കൊലപാതകം നടക്കുന്ന ഘട്ടത്തിൽ ആ കൊല്ലപ്പെട്ടത് ആരാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് ഒരു വ്യക്തതയുണ്ടാകും. കൊലപാതകി ആരാണ് എന്നത് സംബന്ധിച്ചാണ് അന്വേഷണം നടത്താറുള്ളത്. എന്നാൽ ഈ കേസിൽ നേരെ വിപരീതമാണ്. അതായത് കൊല ചെയ്ത ആൾ പോലീസിനെ സംബന്ധിച്ച് പോലീസിന്റെ പക്കലുണ്ട്, എന്നാൽ കൊല്ലപ്പെട്ടത് ആരാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് ഒരു വ്യക്തതയുമില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കണ്ണൂർ ഇരിട്ടിയിലേക്കും പാലക്കാട്ടേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആദ്യ കൊലപാതകം നടന്ന സ്ഥലം അല്ലെങ്കിൽ അവിടെ ഈ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരിച്ചിട്ടുള്ള ആളെന്ന് പറയുന്നത് എവിടെയാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ മരണം നടന്ന് 3-ാം ദിവസം കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന് ഒരു 4-അംഗ സംഘം ഇത്തരത്തിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് തൻ്റെ മകനാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതായിരുന്നു. എന്നാൽ നമുക്കറിയാം ആ സമയത്ത് അതായത് ആളില്ലാത്ത ഒരു മൃതദേഹമായി കണക്കാക്കുകയും പിന്നീട് അത് മറവ് ചെയ്യുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അജ്ഞാത മൃതദേഹം എന്ന നിലയ്ക്ക് മറവ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ കണ്ണൂർ ഇരിട്ടിയിലേക്ക് ഒരു അന്വേഷണം പോകുന്നത്. എന്നാൽ അതേ സമയത്ത് പാലക്കാട്ടേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ നാട്ടുകാർ അല്ലെങ്കിൽ അന്ന് ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പ്രധാനമായിട്ടും പറയുന്നത് ഇത്തരത്തിൽ ഈ പ്രാദേശികമായിട്ടുള്ള ചെറിയ ചെറിയ ജോലികൾക്ക് അക്കാലത്ത് ആ മേഖലയിൽ വന്നുകൊണ്ടിരുന്നത് ഈ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എന്നുള്ളൊരു കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാലക്കാട് കേന്ദ്രീകരിച്ചും ഏതെങ്കിലും തരത്തിൽ മിസ്സിംഗ് കേസുകൾ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന കാര്യം ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. അതേ സമയത്ത് ഈ കേസിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന അല്ലെങ്കിൽ വെള്ളയിൽ നടന്നിട്ടുണ്ടായിരുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് കഞ്ചാവ് ബാബു എന്ന് പറയുന്ന ഈ ആൾക്കായിട്ട്, അതായത് ആദ്യത്തെ കേസിൽ ഇയാൾ ഒറ്റയ്ക്കാണ്, മുഹമ്മദ് അലി ഒറ്റയ്ക്കാണ് ഈ കൃത്യം നിർവഹിച്ചതെങ്കിൽ രണ്ടാമത്തെ കേസിൽ കൂട്ടുപ്രതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ കൂട്ടുപ്രതിക്കായുള്ള അന്വേഷണമാണ് പോലീസ് നിലവിൽ ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഈ 2 സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ പത്രവാർത്ത, അതായത് മാതൃഭൂമിയിലും മനോരമയിലും വന്ന പത്രവാർത്ത, ആ പത്രവാർത്തയുടെ പത്രക്കട്ടിങ് പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ അജ്ഞാത മൃതദേഹം എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പറഞ്ഞതുപോലെ, അതായത് മുഹമ്മദ് അലി പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വായിൽ നിന്ന് ബ്ലഡ് വന്നുവെന്നും അതുപോലെ തന്നെ ശ്വാസം ഈ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന ഇനി നടത്തേണ്ടതുണ്ട്. എന്നാൽ അതേ സമയത്ത് മുഹമ്മദ് അലിയുടെ സഹോദരൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ മക്കൾ മരിച്ച ഒരു പ്രയാസത്തിലാണ് മുഹമ്മദ് അലി ഉള്ളത്, അതുകൊണ്ട് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നത്. ആ കാര്യവും പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. 2015 മുഹമ്മദ് അലി കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലും ഇത്തരത്തിൽ ചികിത്സ തേടിയതായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കില്ല ഇത് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം കുറച്ച് സങ്കീർണമാണ്. മാത്രമല്ല മുഹമ്മദ് അലി ഇപ്പോൾ ഉള്ളത് റിമാൻഡിലാണ്. അടുത്ത ദിവസം മുഹമ്മദ് അലിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും മുഹമ്മദിന്റെ ഭാവനകളാവാൻ സാധ്യതയില്ല. കാരണം ഈ പറയുന്ന 36 വർഷം മുമ്പും 34 വർഷം മുമ്പും താൻ നടത്തിയെന്ന് പറഞ്ഞ 2 കൊലപാതകങ്ങളും ആ പറഞ്ഞ സമയത്ത്, ആ പറയുന്ന വർഷത്ത് ഓരോ മൃതദേഹങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. അത് ആരുടേതാണെന്ന ചോദ്യം അത് മാത്രമാണ് പോലീസിന് മുമ്പിൽ ബാക്കിയായിട്ടുള്ളത്. അത് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.